അപ്പോൾ ഞാനിവിടെ മെയിനായിട്ടും ഒറിജിനോയിസ് 6നെ പറ്റി പറയാനും അതിൻ്റെ എലിജിബിൾ ഡിവൈസസ് ഏതൊക്കെയാണ്, നിങ്ങൾ എന്തിനാ അപ്ഡേറ്റ് ചെയ്യണം, അത് വലിയ ഫണ്ട് ചോയ്സും ഒറിജിനൽ ചോയ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇതൊക്കെ പറയാനായിട്ടാണ്. ഒറിജിനോയിസും ഫണ്ട് ചോയ്സിൻ്റെയും വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒറിജിനോയിസ് എന്ന് പറയുന്നത് ഇത്തിരി കൂടി കസ്റ്റമൈസേഷനും അതുപോലെ തന്നെ ഇത്തിരി കൂടിയും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഉള്ളൊരു കിഡിലൻ യൂസർ എക്സ്പീരിയൻസ് തരുന്ന OS ആണ്, കസ്റ്റം OS ആണ്. ഫണ്ട് ചോയ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് പിക്ചർ കാണുന്ന പോലെ തന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെറ്റപ്പാണ് നമുക്ക് കിട്ടുക. അതായത് പ്ലെയിൻ ആയിട്ടുള്ള വ്യൂ ആണ്, പക്ഷേ കുറേയധികം ഫീച്ചേഴ്സ് അവരുടെ ഓരോ സെറ്റിങ്സിൻ്റെ അകത്തും ഒളിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു ലെവലാണ് ഫണ്ട് ചോയ്സ് തരാം. സാധാരണ നമ്മളിപ്പം വിവോയും ഓപ്പോയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും യൂസർ എക്സ്പീരിയൻസ് അടിപൊളിയാണെന്ന് പറയാൻ കാരണം കളർ OS അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒപ്റ്റിമൈസേഷനും നല്ല രീതിയിലുള്ള കസ്റ്റമൈസേഷനും ഒക്കെ കൊടുക്കാറുണ്ട്. ആ ഒരു ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് വിവോ തരാറില്ല. അതാണ് മെയിൻ പ്രശ്നം. ഈ ഒറിജിനോയിസ് 6 അല്ലെങ്കിൽ ഒറിജിനോയിസ് ഇന്ത്യയിൽ വരുമ്പോൾ ആ ഒരു പ്രശ്നം അങ്ങ് മാറും. ഞാൻ ഒരിക്കലും ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റ് എന്താ പറയുക ഓപ്പോയുടെയോ വിവോയുടെയോ ഒന്നും എടുക്കാൻ പറയില്ല, കുറച്ച് നാൾ മുമ്പ്. പക്ഷേ ഇനി മുതൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് സെഗ്മെൻറ്റ് നോക്കുവാണെങ്കിൽ വിവോയും കൂടി കൺസിഡർ ചെയ്യാം. ഒറിജിനോയിസിനെ പറ്റി അറിയാത്തവരായിട്ട് ചിലപ്പം കുറേ പേരുണ്ടാവും. ഒറിജിനോയിസ് എന്ന് പറയുന്നത് വിവോയുടെ ചൈനീസ് ഡിവൈസുകളിൽ റൺ ചെയ്തുകൊണ്ടിരുന്ന ഒരു കസ്റ്റം OS ആണ്. ഈ ഒരു OSഉം ആൻഡ്രോയിഡിൻ്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ഒറിജിനോയിസ് വേർഷൻ ഒറിജിനോയിസ് 6 ആണ്. അത് ആൻഡ്രോയിഡ് 16ൻ്റെ ബേസിൽ വരുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ വിവോയുടെ ഈ ഒരു ഒറിജിനോയിസ് ഏതൊക്കെ ഡിവൈസുകളിൽ വരുമെന്ന് ചോദിച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഇനി ആ ഒരു അപ്ഡേറ്റ് എന്ന് നിങ്ങളുടെ ഡിവൈസിൽ വരുമെന്ന് ചോദിച്ചാൽ വലിയ പിടുത്തൊന്നുമില്ല, പക്ഷേ വൈകാതെ തന്നെ വരും. ഓക്കെ, വിവോയുടെ കാര്യമാണ്. അപ്ഡേഷൻസ് ഒക്കെ തരാൻ നല്ല മടിയുള്ള ടീംസുമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ടൈം എടുക്കും, പക്ഷെ എന്തായാലും വരും. ഇനി ഒറിജിനോയിസ് 6നെ പറ്റി ഒന്ന് ബ്രീഫായിട്ട് പറയുകയാണെങ്കിൽ ഒറിജിനോയിസ് 5, 4, 3 ഒക്കെ നല്ല വിവോയുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒറിജിനോയിസ് 6 നല്ല രീതിയിൽ iOS 26നെ ഇൻസ്പയർ ആക്കിയിട്ടുണ്ട്. കോപ്പി എന്നും പറയാം. iOS 26ൽ കാണുന്ന ആ ഒരു ക്ലോക്ക് ഡിസൈൻ, അവരുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ സെറ്റപ്പ്, എന്തിന് ആ ഒരു ലിക്വിഡ് ഗ്ലാസിന്റെ ഡിസൈൻ വരെ നമുക്ക് ഒറിജിനോയിസ് 6ൽ കാണാം. പിന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഇന്റഗ്രേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു ഡൈനാമിക് ഐലൻഡ് ഉണ്ടല്ലോ iOS 26ലൊക്കെ വരുന്ന ഐഫോൺസിലൊക്കെ വരുന്നത്, അത് നമ്മുടെ ഈ ഒരു വിവോയുടെ പഞ്ച് ഹോളിൽ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. റിയൽമിയും ഓപ്പോ സെറ്റ് ചെയ്ത പോലെയല്ല, ആ ഒരു ഡൈനാമിക് ഐലൻഡ് ഫങ്ഷനിലുമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച് നോട്ടിഫിക്കേഷൻ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിൽ മാനേജ് ചെയ്യാവുന്ന സെറ്റപ്പൊക്കെ ഞാൻ താഴെ ചെയ്തിട്ടുണ്ട്. വിഷയം സാധനം അത് നല്ല ആനിമേഷനും നല്ല ഫ്ലൂയിഡിറ്റിയിൽ. പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ പവർ പ്ലഗ് കുത്തി, അതായത് ചാർജ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോൺ യൂസ് ചെയ്യാം ബാറ്ററിനെ ബാധിക്കാത്ത രീതിയിൽ. നിങ്ങൾ ലോങ് ടൈം ഗെയിമിംഗ് സെഷൻ അല്ലെങ്കിൽ ലൈവ് സ്ട്രീമൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഒരു പവർ പ്ലഗ് കുത്തിയിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ഒരു ഗെയിം എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനാണ്. അപ്പോൾ ലാഗോ വാങ്ങോ ഇല്ലാതെ ആ ഒരു ഡയറക്റ്റ് പവർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡിവൈസ് യൂസ് ചെയ്യാം. ഈ ഒരു ഫീച്ചർ അങ്ങനെ അധികം കസ്റ്റം ഡിവൈസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ചിലപ്പം ചില ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകൾക്ക് മാത്രം എന്താ പറയുക ഉള്ളൊരു ഫീച്ചറായിട്ട് ഇത് കാണുമായിരിക്കാം. പക്ഷേ ഓവറോൾ എല്ലാ ഫോൺസിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു ഫീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് അവരുടെ ആ ഒരു ഒറിജിനോയിസ് 6ൻ്റെ ആ ഒരു പേജിലാണ്, അല്ലാതെ ഒരു ഫോണിന് മാത്രമല്ല. അപ്പോൾ എന്തായാലും എല്ലാ ഫോൺസിലും ഒറിജിനോയിസ് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫോൺസിലും ആ ഒരു ഫീച്ചറും സപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒരു ഒക്ടോബർ 14 അവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവോയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിവൈസ്, അതായത് വിവോയുടെ ആ ഒരു X300 സീരീസും iQയുടെ 15 സീരീസും ചൈനയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. എപ്പോഴാണ് ഗ്ലോബൽ ലോഞ്ചൊന്നും വലിയ പിടുത്തൊന്നുമില്ല, പക്ഷെ വരും വൈകാതെ തന്നെ. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഒറിജിനോയിസ് 6 വിവോ ഡിവൈസുകളിൽ വരാൻ പോകുന്നത്. അങ്ങനെ അവസാനമായിട്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്നൊരു കാര്യമാണ്. ഈ ഒറിജിനോയിസ് വന്ന വിവോ അടിപൊളിയാവും, ഒറിജിനോയിസ് വന്ന വിവോ അടിപൊളിയാവും എന്നൊക്കെ. അവസാനം അവർ വരുത്തി. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ iOS 26ൻ്റെ ആ ഒരു ഇൻസ്പിറേഷൻ കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ.